വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം. ധൂപാർപ്പണ സ്ഥലത്ത് നീ ഒരു ബലിപീഠമുണ്ടാക്കണം. കരുവേലത്തടി കൊണ്ട് നീ അത് നിർമ്മിക്കണം. അതിൻ്റെ നീളം 1 മുഴം, വീതി 1 മുഴം. അത് സമചതുരമായിരിക്കണം. അതിൻ്റെ ഉയരം 2 മുഴം. അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെയായിരിക്കണം. നീ അത് അതിൻ്റെ മുകൾ ഭാഗവും ചുറ്റുവശങ്ങളും കൊമ്പുകളും ശുദ്ധ സ്വർണം പൊതിയണം. അതിനു ചുറ്റും സ്വർണ്ണ അരികുപട്ട പിടിപ്പിക്കണം. അതിന് 2 സ്വർണ്ണ വളയങ്ങൾ അരികുപട്ടയ്ക്ക് താഴെയായി നീ ഉണ്ടാക്കണം. അതിൻ്റെ ഇരുവശങ്ങളിലും 2 ചരിവുകളിലായാണ് നീ അവ ഉണ്ടാക്കേണ്ടത്. തണ്ടുകൾ കൊണ്ട് അത് വഹിക്കേണ്ടതിന് അവയ്ക്ക് അവ കുഴകളായിരിക്കും. കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവ സ്വർണം പൊതിയണം. സാക്ഷ്യപേടകത്തിനെതിരെയുള്ള തിരശ്ശീലയ്ക്കു മുൻപിൽ ഞാൻ നീയുമായി സമാഗമിക്കുന്ന സാക്ഷ്യഫലകത്തിന്മേലുള്ള കൃപാസനത്തിനു മുൻപിൽ നീ അത് വയ്ക്കുക. അഹ്റോൻ അതിന്മേൽ സുഗന്ധധൂമം അർപ്പിക്കണം. പ്രഭാതം തോറും ചെരാതുകൾ വെടിപ്പാക്കുമ്പോൾ അവൻ അത് അർപ്പിക്കട്ടെ. സായം സന്ധ്യയിൽ അഹ്റോൻ ചെരാതുകൾ കയറ്റിവയ്ക്കുമ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ തലമുറകൾക്ക് ശാശ്വത ധൂപാർച്ചനയായി അത് അർപ്പിക്കട്ടെ. അതിന്മേൽ നിങ്ങൾ ക്രമരഹിത ധൂപാർപ്പണമോ ഹോമയാഗമോ ധാന്യാർപ്പണമോ നടത്തരുത്. നീ അതിന്മേൽ പാനീയ നിവേദ്യം ഒഴിക്കരുത്. ആണ്ടിലൊരിക്കൽ അഹ്റോൻ അതിൻ്റെ കൊമ്പുകളിന്മേൽ പരിഹാരകർമ്മം അനുഷ്ഠിക്കണം. പാപപരിഹാര യാഗത്തിൻ്റെ രക്തത്തിൽ നിന്ന് പരിഹാരം ചെയ്യണം. നിങ്ങളുടെ തലമുറ തോറും ആണ്ടിലൊരിക്കൽ അവൻ അതിന്മേൽ പരിഹാരം ചെയ്യണം. അത് കർത്താവിന് അതിവിശുദ്ധമാണ്. കർത്താവ് മോശയോട് ഇപ്രകാരം സംസാരിച്ചു: ഇസ്രായേലിയുടെ കണക്കെടുപ്പിനായി നീ അവരുടെ തല എണ്ണുമ്പോൾ അവരെ എണ്ണിയതുകൊണ്ട് ഓരോ വ്യക്തിയും കർത്താവിന് സ്വന്തം ജീവന് പരിഹാരദ്രവ്യം കൊടുക്കണം. അവരെ എണ്ണിയതു മൂലം അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനാണിത്. കണക്കെടുപ്പ് കഴിഞ്ഞ എല്ലാവരും നൽകേണ്ടത് ഇതാണ്: വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം 1/2 ഷെക്കേൽ. 1 ഷെക്കേൽ 20 ഗേറയാണ്. 1/2 ഷെക്കേൽ കർത്താവിനുള്ള കാണിക്കയാണ്. കണക്കെടുപ്പ് കഴിഞ്ഞ 20ഉം അതിന്മേലും വയസ്സുള്ള ഓരോരുത്തരും കർത്താവിനുള്ള കാണിക്ക നൽകണം. നിങ്ങളുടെ ജീവന് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് കർത്താവിനുള്ള കാണിക്ക ധനികൻ നൽകുമ്പോൾ 1/2 ഷെക്കേലിനേക്കാൾ കൂടാൻ പാടില്ല. ദരിദ്രനാകട്ടെ കുറയ്ക്കാനും പാടില്ല. ഇസ്രായേലിൽ നിന്ന് നീ പരിഹാരത്തുക സ്വീകരിച്ച് അത് സമാഗമ കൂടാര ശുശ്രൂഷയ്ക്കായി നൽകണം. അത് നിങ്ങളുടെ ജീവനെ പ്രതി പരിഹാരം ചെയ്യുന്നതിന് കർത്താവിൻ്റെ മുൻപിൽ ഇസ്രായേലിനെ കുറിച്ചുള്ള സ്മരണയ്ക്കു വേണ്ടിയായിരിക്കും. കർത്താവ് മോശയോട് ഇപ്രകാരം കൽപ്പിച്ചു: ക്ഷാളനത്തിനായി പിച്ചള കൊണ്ട് ഒരു ക്ഷാളനപാത്രം നീ ഉണ്ടാക്കണം. അതിൻ്റെ ചുവട് പിച്ചളയായിരിക്കണം. നീ അത് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ സ്ഥാപിക്കുകയും അതിലേക്ക് വെള്ളമൊഴിക്കുകയും വേണം. അഹ്റോനും അവൻ്റെ പുത്രന്മാരും അതിൽ നിന്ന് തങ്ങളുടെ കൈകളും കാലുകളും കഴുകട്ടെ. അവർ സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജലക്ഷാളനം നടത്തട്ടെ. അങ്ങനെ അവർ മരിക്കാതിരിക്കട്ടെ. അഥവാ കർത്താവിനുള്ള അഗ്നി സമർപ്പണത്തിന് ബലിപീഠത്തെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കാൻ തങ്ങളുടെ കൈകളും കാലുകളും കഴുകണം. അവനും അവൻ്റെ സന്തതിക്കും അവരുടെ തലമുറകൾക്കും ഒരു ശാശ്വത ചട്ടമാണിത്. കർത്താവ് മോശയോട് ഇപ്രകാരം കൽപ്പിച്ചു: മികച്ച സുഗന്ധദ്രവ്യങ്ങൾ നിനക്കായി എടുക്കുക. കുഴമ്പുമീറ 500, സുഗന്ധമുള്ള കറുവപ്പട്ട അതിൻ്റെ പകുതി, അതായത് 250, സുഗന്ധിത്തണ്ട് 250, അമരിപ്പട്ട 500. വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം ഇവയും 1 ഹിൻ ഒലിവെണ്ണയും. നീ അത് പരിമളം കലർത്തുകാരൻ്റെ തൈലക്കൂട്ടുൽപ്പന്നമായി
വിശുദ്ധ അഭിഷേക തൈലമാക്കി തീർക്കണം. അത് വിശുദ്ധ അഭിഷേക തൈലമായിരിക്കട്ടെ. നീ അതുകൊണ്ട് അഭിഷേകം ചെയ്യേണ്ടത് സമാഗമ കൂടാരവും സാക്ഷ്യപേടകവും മേശയും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും വിളക്കുകാലും അതിൻ്റെ ഉപകരണങ്ങളും ധൂപന ബലിപീഠവും ദഹന ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവുമാണ്. നീ അവയെ വിശുദ്ധീകരിക്കുമ്പോൾ അവ അതീവ വിശുദ്ധിയുള്ളവയായിത്തീരും. അവയെ സ്പർശിക്കുന്നതെന്തും വിശുദ്ധമാകും. അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും നീ അഭിഷേകം ചെയ്യണം. എനിക്ക് വേണ്ടി പുരോഹിത വൃത്തി ചെയ്യാൻ അവരെ വേർതിരിക്കണം. നീ ഇസ്രായേലരുടെ ഇപ്രകാരം പ്രസ്താവിക്കണം: നിങ്ങളുടെ എല്ലാ തലമുറകളിലും എനിക്ക് ഇത് വിശുദ്ധ അഭിഷേക തൈലമായിരിക്കും. അത് മനുഷ്യൻ്റെ ദേഹത്ത് തേക്കരുത്. തദനുപാതത്തിൽ മറ്റൊന്ന് നിങ്ങൾ അതുപോലെ ഉണ്ടാക്കരുത്. അത് വിശുദ്ധ വസ്തുവാണ്. നിങ്ങൾക്ക് അത് വിശുദ്ധ വസ്തുവായിരിക്കും. അതുപോലെ ചേരുവയുണ്ടാക്കുകയോ അതിൽ നിന്ന് അന്യൻ്റെ മേൽ പുരട്ടുകയോ ചെയ്യുന്നയാൾ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോടെ അരുളി ചെയ്തു: സുഗന്ധദ്രവ്യങ്ങളായ മീറ തൈലം, നറുംപശ, ഗുൽക്കുലു എന്നിവയും സുഗന്ധദ്രവ്യങ്ങളോടൊപ്പം ശുദ്ധമായ കുന്തിരുക്കവും എടുക്കുക. അത് സമാനുപാതത്തിലായിരിക്കണം. പരിമളം കലർത്തുകാരൻ്റെ ഒരു ധൂപക്കൂട്ടുൽപ്പന്നമായി ഉപ്പു ചേർത്ത തനി വിശുദ്ധ വസ്തുവായി നീ അതുണ്ടാക്കണം. അതിലൽപ്പം നീ നേർമയായി പൊടിക്കണം. എന്നിട്ട് നീയുമായി ഞാൻ സംഗമിക്കുന്ന സമാഗമ കൂടാരത്തിലെ സാക്ഷ്യഫലകത്തിൻ്റെ മുൻപിൽ അതിലൽപ്പം വയ്ക്കണം. അത് നിങ്ങൾക്ക് അതീവ വിശുദ്ധിയുള്ളതായിരിക്കണം. നീ ഉണ്ടാക്കുന്ന ധൂപനദ്രവ്യം ഈ അനുതാപത്തിൽ നിങ്ങൾക്കായി ഉണ്ടാക്കരുത്. ഇത് നിനക്ക് കർത്താവിൻ്റെ വിശുദ്ധ വസ്തുവാണ്. അതിൻ്റെ വാസനയുളവാക്കാനായി അത് സമാനമായി ഉണ്ടാക്കുന്നയാൾ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം പറഞ്ഞു: നോക്കൂ, യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രനായ ഊറിയയുടെ മകൻ ബസാലയലിനെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ അവനെ ജ്ഞാനത്തിലും ബുദ്ധിയിലും അറിവിലും എല്ലാത്തരം ശില്പവൈദഗ്ധ്യത്തിലും ദൈവചൈതന്യ സമ്പൂർണനാക്കിയിരിക്കുന്നു. ഇത് അവൻ ചിത്രപ്പണികൾ ആസൂത്രണം ചെയ്ത് സ്വർണത്തിലും വെള്ളിയിലും പിച്ചളയിലും നിർവഹിക്കുന്നതിനും രത്നത്തിൻ്റെ ചെത്തുപണികളിലും തടിയുടെ കൊത്തുപണികളിലും പൂർണ്ണത വരുത്തുന്നതിനും എല്ലാ ചിത്രപ്പണി വൈദഗ്ധ്യത്തിലും വ്യാപരിക്കുന്നതിനും വേണ്ടിയാണ്. മാത്രമല്ല, ഞാനിതാ ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിൻ്റെ പുത്രൻ ഒഹോലിയാബിനെ അവനോടൊപ്പം നിയോഗിച്ചിരിക്കുന്നു. കൂടാതെ എല്ലാ ജ്ഞാനമതികളുടെയും ഹൃദയത്തിൽ ഞാൻ ജ്ഞാനം നിക്ഷേപിച്ചിരിക്കുന്നു. നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അവർ നിർവഹിച്ചുകൊള്ളും. സമാഗമ കൂടാരം, സാക്ഷ്യത്തിനു വേണ്ടിയുള്ള പേടകം, അതിന്മേലുള്ള കൃപാസനം, കൂടാരത്തിലെ എല്ലാ ഉപകരണങ്ങളും, മേശയും അതിൻ്റെ ഉപകരണങ്ങളും, ശുദ്ധിയുള്ള വിളക്കുകാലും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, ധൂപാർപ്പണ ബലിപീഠം, ദഹന ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും, ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും, അലങ്കാരപ്പണിയുള്ള വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹ്റോനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ, അവൻ്റെ പുത്രന്മാർക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാനുള്ള വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, വിശുദ്ധ സ്ഥലത്തെ പരിമളധൂപം എന്നിവ ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രകാരം അവർ തയ്യാറാക്കിക്കൊള്ളും. കർത്താവ് മോശയോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇസ്രായേലരോട് നീ ഇപ്രകാരം പ്രഖ്യാപിക്കുക: നിങ്ങൾ എൻ്റെ സാബത്തുകൾ സസൂക്ഷ്മം ആചരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇത് എനിക്കും നിങ്ങൾക്കുമിടയിൽ നിങ്ങളുടെ തലമുറകൾക്കുള്ള ഒരടയാളമായിരിക്കും. നിങ്ങൾ സാബത്ത് ആചരിക്കണം, കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമാണ്. അത് ദുഷിപ്പിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം. അന്ന് ആരെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി തൻ്റെ ജനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 6 ദിവസം ജോലി നിർവഹിക്കപ്പെടട്ടെ. എന്നാൽ 7-ാം ദിവസം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശ്രമത്തിൻ്റെ സാബത്താണ്. സാബത്ത് ദിവസം ജോലി ചെയ്യുന്നത് ആരായാലും തീർച്ചയായും വധിക്കപ്പെടണം. ഇസ്രായേല്യർ സാബത്ത് ആചരിക്കണം.
സാബത്ത് നിർവഹിക്കേണ്ടത് അവരുടെ തലമുറകൾക്ക് ഒരു ശാശ്വത ഉടമ്പടിയാണ്. ഇത് എനിക്കും ഇസ്രായേലിയർക്കും ഇടയിൽ ശാശ്വതമായ ഒരടയാളമാണ്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തു. സീനായി മലയിൽ വച്ചു മോശയുടെ സംസാരം അവസാനിപ്പിക്കവേ അവിടുന്ന് സാക്ഷ്യത്തിൻ്റെ 2 ഫലകങ്ങൾ, ദൈവത്തിൻ്റെ വിരലാൽ ലിഖിതമായ കൽപ്പലകകൾ അവന് നൽകി. 58-ാം സങ്കീർത്തനം. വാസ്തവത്തിൽ നിങ്ങൾ ഭജിക്കുന്ന മൗനം നീതിയാണോ? പരമാർത്ഥമായാണോ നിങ്ങൾ മനുഷ്യമക്കളെ ന്യായം വിധിക്കുന്നത്? ഹൃദയത്തിൽ നിങ്ങൾ തിന്മകൾ കരുപിടിപ്പിക്കുന്നു. ഭൂമിയിൽ നിങ്ങളുടെ കരങ്ങൾ അക്രമത്തിന് കളമൊരുക്കുന്നു. ദുഷ്ടർ ഗർഭാവസ്ഥ മുതലേ വഴിപിഴച്ചിരിക്കുന്നു. നുണ പറയുന്നവർ ഉദരം മുതലേ വ്യതിചലിച്ചിരിക്കുന്നു. അവരുടെ വിഷം സർപ്പവിഷ സദൃശ്യമാണ്. ചെവി അടച്ച് ബധിരത പൂണ്ട അണലിയെ പോലെയാണവർ. പാമ്പാട്ടികളുടെയോ വിദഗ്ധനായ മഹാമാന്ത്രികൻ്റെയോ സ്വരം അത് കേൾക്കുന്നില്ല. ദൈവമേ, അവരുടെ വായിലെ പല്ലുകൾ തകർക്കണമേ. കർത്താവേ, യുവസിംഹങ്ങളുടെ ദംഷ്ടങ്ങൾ പിഴുതെറിയണമേ. ഒഴുകിമറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ. മൂർച്ച കെട്ടതുപോലുള്ള തൻ്റെ അസ്ത്രങ്ങൾ ഒരുവൻ തൊടുക്കട്ടെ. ഇഴഞ്ഞു നീങ്ങുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെയാകട്ടെ അവൻ. സൂര്യനെ ദർശിക്കാതെ അലസിപ്പോകുന്ന സ്ത്രീ ഗർഭം പോലെയാകട്ടെ. നിങ്ങളുടെ കലങ്ങൾ മുൾവിറകു ചുള്ളിയെ തിരിച്ചറിയും മുമ്പേ പച്ചയും എരിയുന്നതും ഒരുപോലെ അവിടുന്ന് അത് പറത്തിക്കളയും. പ്രതികാരം ദർശിച്ച് നീതിമാൻ സന്തോഷിക്കും. ദുഷ്ടന്റെ രക്തത്തിൽ അവൻ തൻ്റെ പാദങ്ങൾ കഴുകും. മനുഷ്യർ പറയും, നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. തീർച്ചയായും ഭൂമിയിൽ വിധികർത്താവായി ഒരു ദൈവമുണ്ട്. 59-ാം സങ്കീർത്തനം. എൻ്റെ ദൈവമേ, എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്നെ എതിർത്ത് നിൽക്കുന്നവരിൽ നിന്ന് എന്നെ ഉയർത്തി നിർത്തണമേ. ദുഷ്കർമ്മങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. രക്തദാഹികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്തെന്നാൽ അതാ അവർ എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു. കരുത്തർ എനിക്കെതിരെ സംഘടിക്കുന്നു. കർത്താവേ, എൻ്റെ അതിക്രമം മൂലമല്ല, എൻ്റെ പാപമൂലവുമല്ല, എന്നിൽ കുറ്റമില്ലാതെ തന്നെ അവർ ഓടിയെത്തി നിലയുറപ്പിക്കുന്നു. എന്നെ സഹായിക്കാൻ ഉണരണമേ, നോക്കിക്കൊള്ളണമേ. സൈന്യങ്ങളുടെ ദൈവമായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് എല്ലാ ജനതകളെയും സന്ദർശിക്കാൻ ഉണരണമേ. ദുഷ്ടവഞ്ചകരായ ആരോടും ദയ കാട്ടരുത്. നായെപ്പോലെ ഓരിയിട്ടുകൊണ്ട് അവർ സന്ധ്യതോറും മടങ്ങി വരുന്നു. അവർ നഗരത്തിനു വലം വയ്ക്കുന്നു. ഇതാ, അവർ വായുകൊണ്ട് അസഭ്യം പുലമ്പുന്നു. അവരുടെ അധരങ്ങളിൽ വാളുകളാണ്. ആരുണ്ട് കേൾക്കുന്നവനായി? കർത്താവേ, അങ്ങ് അവരെ കളിയാക്കുന്നു. അങ്ങ് സകല ജനതകളെയും പുച്ഛിക്കുന്നു. എൻ്റെ ബലമായവനെ, അങ്ങേക്കായി ഞാൻ കാത്തിരിക്കും. ദൈവമേ, അങ്ങ് എൻ്റെ കോട്ടയാണല്ലോ. കാരുണ്യമായ എൻ്റെ ദൈവം എനിക്ക് മുമ്പേ പോകും. എനിക്കായി പതിയിരിക്കുന്നവരെ ദൈവം എനിക്ക് കാണിച്ചു തരും. അവരെ അങ്ങ് കൊന്നുകളയരുത്. എൻ്റെ ജനം അങ്ങയെ വിസ്മരിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഞങ്ങളുടെ പരിചയായ നാഥ, അങ്ങയുടെ ശക്തിയാൽ അവരെ കശക്കി താഴ്ത്തണമേ. അവരുടെ അധരങ്ങളുടെ വാക്കാണ് അവരുടെ വായുടെ പാപം. തങ്ങൾ പ്രസംഗിക്കുന്ന ശാപം നിമിത്തവും നുണ നിമിത്തവും അവരുടെ അഹങ്കാരത്തിൽ അവർ പിടിക്കപ്പെടട്ടെ. അവരില്ലാതാകേണ്ടതിന് അവരെ നശിപ്പിക്കണമേ. ക്രോധത്തോടെ നശിപ്പിക്കണമേ. അങ്ങനെ ദൈവമാണ് യാക്കോബിൽ ഭരണകർത്താവ് എന്ന് ഭൂമിയുടെ അതിരുകളോളം അവർ അറിയട്ടെ. നായെപ്പോലെ ഓരിയിട്ടുകൊണ്ട് അവർ സന്ധ്യതോറും മടങ്ങി വരുന്നു. അവർ നഗരത്തിനു വലം വയ്ക്കുന്നു. അവർ ആഹാരത്തിനു വേണ്ടി ശല്യം ചെയ്യുന്നു. തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ അവർ തങ്ങുന്നു. എന്നാൽ ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും. പ്രഭാതത്തോടെ അങ്ങയുടെ കാരുണ്യം ആർപ്പ് വിളിച്ചു പാടും. എന്തെന്നാൽ അങ്ങ് എനിക്ക് കോട്ടയായിരുന്നു, എൻ്റെ കഷ്ടതയുടെ കാലത്ത് പലായന സങ്കേതവും. എൻ്റെ ബലമായവനെ, അങ്ങേക്കായി ഞാൻ കീർത്തനം ആലപിക്കും. ദൈവമേ, എൻ്റെ കാരുണ്യത്തിൻ്റെ ദൈവമേ, അങ്ങ് എൻ്റെ കോട്ടയാണല്ലോ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം
1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ വലിയ ഒരു ജനക്കൂട്ടം അവൻ്റെ അടുത്ത് വന്നുകൂടി. അതിനാൽ കടലിൽ ഒരു വഞ്ചിയിൽ കയറി അവൻ ഇരുന്നു. ജനക്കൂട്ടമെല്ലാം കരയിൽ കടലിനഭിമുഖമായി നിന്നു. അവൻ ഉപമകളിൽ അനേകം കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. പ്രബോധനത്തിൽ അവൻ അവരോട് പറഞ്ഞു, കേൾക്കുവിൻ, ഇതാ ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിനെ ആഴമില്ലാതിരുന്നതിനാൽ അവ പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അവ വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് ഫലം നൽകിയില്ല. മറ്റുള്ള വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ മുളച്ചു പൊങ്ങി വളർന്ന് ഫലം നൽകി. 30 മേനിയും 60 മേനിയും 100 മേനിയും വിളവ് നൽകി. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ തനിച്ചായിരുന്നപ്പോൾ 12 പേരോടും കൂടെ ചുറ്റുമുണ്ടായിരുന്നവർ ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾക്കാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിൽ മാത്രം. അവർ കണ്ടിട്ടും ദർശിക്കാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചിതരാകാതിരിക്കാനുമാണത്. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. വഴിയരിയിൽ വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. അവർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്കു മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ ഉടനെ അവർ വീണു പോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടവരാണ് മറ്റുള്ളവർ. അവർ വചനം ശ്രവിക്കുന്നു. എന്നാൽ ലൗകിക വ്യഗ്രതയും സമ്പത്തിൻ്റെ വശീകരണവും മറ്റുള്ളവയ്ക്കു വേണ്ടിയുള്ള ആസക്തിയും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നവരാണ്. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ